പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെള്ളക്കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വെള്ളക്കടലക്കറി നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കും. 200 ഗ്രാം കടല മാത്രമാണ് എടുത്തിട്ടുള്ളത്. വെള്ളക്കടല ആയതുകൊണ്ട് ഇത് കുതിർന്നു കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ടാകും. അപ്പോൾ വളരെ കുറച്ച് കടല മതി, എന്നാൽ കറി കൂടുതലും ഉണ്ടാകും. കടല ഇന്നലെ രാത്രി നമ്മൾ കുതിർത്ത് വെച്ചതാണ്. രാവിലെ ആകുമ്പോഴേക്കും നല്ലവണ്ണം കുതിർന്ന് നല്ല വലിപ്പമുണ്ടായിരുന്നു കടല. നന്നായി കഴുകിയ കടല ഒരു കുക്കറിലാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വെന്ത് വരട്ടെ. കുക്കറിലിട്ട ശേഷം ഒരേ ഒരു വിസിൽ മാത്രം മതി. പിന്നെ ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. നല്ലവണ്ണം വെന്ത് കൊള്ളും. കടലയൊക്കെ നല്ലവണ്ണം വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് നല്ലവണ്ണം പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ. പിന്നെ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ചെറിയ 2 ഉള്ളിയാണ് ഇട്ടത്. അത് വളരെ പൊടിയായിട്ടൊന്നും അരിയേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഉള്ളി കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം മാത്രം തീരെ എരിവില്ലാത്ത പച്ചമുളക് 4 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് രാവിലെയും രാത്രിയിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി റെസിപ്പിയാണ്. ഈ കറി എനിക്കിഷ്ടപ്പെട്ടത് പൂരിയുടെ കൂടെ കഴിക്കാനാണ്. ഇനി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിന് കാര്യമായ മസാലപ്പൊടികളൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ്. ഇതിൻ്റെ കടല തന്നെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് കൂടുതൽ മസാലകളൊന്നും ഇതിന് ആവശ്യമൊന്നുമില്ല. മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടല കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി നന്നായി തണുക്കാൻ വെച്ചിട്ടുണ്ട്. വേവിച്ച കടല നന്നായി തണുത്ത ശേഷം മാത്രമേ മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റൂ. കടല അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ കടലക്കറി നല്ലൊരു കട്ടിയുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് അരച്ചെടുത്തത്. മസാലയും കടലയും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സായ ശേഷം നമ്മൾ അതിലേക്ക് അരച്ചെടുത്ത കടല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്, എന്നാലും നമ്മൾ ഉണ്ടാക്കിയത് ഒന്ന് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിന് ഒട്ടും എരിവും പുളിയും ഒന്നും ഇല്ലാത്തൊരു കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ഈ കറി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്തേക്കണേ. ഇതേപോലെ നല്ല ടേസ്റ്റിയും ചിലവ് വളരെ കുറഞ്ഞതുമായ കുറേ റെസിപ്പികൾ നമ്മളെ കയ്യിലുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കനും ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. കടലക്കറിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ കുറച്ച് തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നന്നായി അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ കറി വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങളുടെ കറിപ്പാത്രം തീർച്ചയായും കാലിയായിരിക്കും. അങ്ങനെ നമ്മളെ വെള്ളക്കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും തേങ്ങയും ജീരകവും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ മല്ലിയില കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൽക്കാലം നമ്മൾ പോന്നു. ടാറ്റാ, ബൈ ബൈ.